ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. ഏകാദശികളിൽ വെച്ചിട്ട് പ്രമുഖമായിട്ടുള്ളതും വ്രതങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ദിവസം വന്നെത്തുകയാണ് സ്വർഗവാതിൽ ഏകാദശി അല്ലെങ്കിൽ വൈകുണ്ഠ ഏകാദശി. ജനുവരി 10 കേട്ടോ. അപ്പൊ നമ്മളെല്ലാരും ഗുരുവായൂർ ഏകാദശിയൊക്കെ എടുത്തിട്ട് റെഡി ആയിരിക്കുകയാണ് അടുത്ത ഏകാദശി എടുക്കുക അല്ലെ. ഗുരുവായൂർ ഏകാദശി എടുത്തിട്ടുള്ള എല്ലാവരും വൈകുണ്ഠ ഏകാദശി എടുക്കണം എന്നാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഏകാദശി എടുക്കാൻ പറ്റിയിട്ടില്ല, ഗുരുവായൂർ ഏകാദശി എടുക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇത് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന്. അങ്ങനെയല്ല കേട്ടോ. ഏകാദശി എടുത്തവരും ഇതുവരെ ഏകാദശി എടുക്കാത്തവരും എല്ലാവരും ഈ വൈകുണ്ഠ ഏകാദശി എടുക്കണം. അതിന്റെ ഫലങ്ങളൊക്കെ നിങ്ങൾ അറിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഏകാദശി എടുക്കും, അതെനിക്ക് ഉറപ്പാണ്. ഏകാദശികളിൽ പൂർണ്ണ ഉപവാസം എടുക്കേണ്ട ഒരു ഏകാദശിയാണിത്. വൈകുണ്ഠ ഏകാദശിക്ക് എല്ലാവരും പൂർണ്ണ ഉപവാസമാണ്. എങ്കിലും നമ്മളുടെ ആരോഗ്യസ്ഥിതി, അതായത് അസുഖങ്ങളുള്ള ആൾക്കാർ, മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാർ ഒക്കെ വല്ല ഫ്രൂട്ട്സോ വെള്ളമോ ഇളനീർ വെള്ളമൊക്കെ കഴിച്ചിട്ട് ഏകാദശി എടുത്താൽ മതി കേട്ടോ. അതൊക്കെ നമ്മളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് മാത്രമേ ചെയ്യണ്ടൂ. ഭഗവാൻ ഒരിക്കലും പട്ടിണി കിടന്നിട്ട് ഒരു വ്രതം എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നില്ല. എങ്കിലും നമ്മൾ എടുക്കാൻ പറ്റുവാണെങ്കിൽ, പൂർണ്ണ ഉപവാസം എടുക്കാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും ഇതെടുക്കുക. ധനുമാസത്തിലെ വെളുത്ത പക്ഷത്തിലാണ് ഈ ഏകാദശി ഉള്ളത് കേട്ടോ. അതായത് 2025 ജനുവരി 10 ഈ പ്രാവശ്യത്തെ വൈകുണ്ഠ ഏകാദശി. ഈ ദിവസം മരണമടയുന്നവർ നേരെ സ്വർഗത്തിലേക്ക് പോകുന്നതാണ് വിശ്വസിക്കപ്പെടുന്നത്. അത് മാത്രമല്ല, നമ്മളെ മരിച്ചിട്ടുള്ള നമ്മളെ പൂർവികർക്ക് മോക്ഷം കിട്ടുന്ന ഒരു ദിവസം കൂടിയാണ്. നമ്മൾ ഈ വ്രതം എടുത്തു കഴിഞ്ഞാൽ മരിച്ച ആളുകൾക്ക് മോക്ഷം കിട്ടാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് മോക്ഷം കൂടെ കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ മുൻവശത്തെ വാതിലിലൂടെ പോയി പൂജാ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് നമ്മൾ മറ്റൊരു വാതിലിലൂടെ പുറത്തേക്ക് വരണം എന്നാണ് പറയുന്നത്. അപ്പം സ്വർഗവാതിൽ കടന്നതിന് സമമാണ് എന്ന് പറയുന്നു. ഈ ദിവസം നമ്മൾ നെല്ലുവായി ധന്വന്തരി ക്ഷേത്രത്തിലും പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രം, പിന്നെ ശ്രീരംഗ ക്ഷേത്രം, അങ്ങനെ ഒരുപാട് വിഷ്ണു ക്ഷേത്രത്തിൽ നല്ല രീതിയിൽ ആചരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ചെറിയ വഴിപാടുകളൊക്കെ നമ്മൾക്ക് ചെയ്യാട്ടോ. ഭാഗ്യസൂക്തം അങ്ങനെയുള്ള ചെറിയ അർച്ചനകൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ മറ്റൊരു വാതിലിലൂടെ പുറത്തേക്ക് വരണം. അന്നേ ദിവസം നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ വെള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്ന കേട്ടോ ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ എണ്ണ തേച്ച കുളിയൊന്നും പാടില്ല. പിന്നെ നമ്മളെ നാവില് നല്ല കാര്യങ്ങൾ മാത്രമേ നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ. നല്ല ചിന്തകൾ ഉണ്ടാവണം. ഈ വേണ്ടാത്ത കാര്യങ്ങളൊന്നും നമ്മൾ സംസാരിക്കാൻ പാടില്ല. അപ്പം അതൊക്കെ പ്രത്യേകം പറയാണ്. നാവില് നാരായണ നാമം മാത്രം ആ ദിവസം. അതൊക്കെ എല്ലാവർക്കും കഴിയുന്ന കാര്യമല്ലേ. നമ്മൾ എന്തിനാ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ തുളസി പൂജ ചെയ്യുന്നത് നല്ലതാണ്. ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നല്ലേ തുളസി. അപ്പൊ തുളസി പൂജ ചെയ്യുന്നതും തുളസി കൊണ്ട് മാല കെട്ടി ഭഗവാന് ചാർത്തുന്നതും ഒക്കെ നല്ലതാട്ടോ. ഇനി അമ്പലത്തിൽ തുളസി കൊണ്ട് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതും നല്ലതാണ്. സഹപാഠിയായ കുചേലനെ കുബേരനാക്കിയതാണ് അത് ഈ ദിവസമാണ്. അപ്പോൾ ആലോചിച്ച് നോക്കുക, നമുക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങള് അല്ലെങ്കിൽ നമ്മൾ എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത്. നമുക്കിപ്പം വീട് നഷ്ടപ്പെട്ടവരുണ്ടാവാം, സ്വത്ത് നഷ്ടപ്പെട്ടവരുണ്ടാവാൻ, സ്വർണം നഷ്ടപ്പെട്ടവര്, പലതും, വിദ്യാഭ്യാസം, ഇത് എല്ലാം ഉണ്ടാവും. അപ്പൊ നമുക്ക് നേടാനുള്ള ഒരു അവസരമാണിത്. ഈ വ്രതം എടുത്ത് നമ്മളത് അനുഷ്ഠിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ആഗ്രഹിക്കുന്നിടത്തേക്ക് നമുക്ക് എത്താൻ പറ്റും. നഷ്ടപ്പെട്ടത് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. ഈ വ്രതത്തിന്റെ തലേദിവസം നമ്മൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോകാൻ കഴിയുകയാണെങ്കിൽ അവിടെ പോയി ഭഗവാനോടത്ത് അനുവാദം വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വ്രതം എടുക്കാനുള്ള അനുഗ്രഹം ഉണ്ടാവാനും അല്ലെങ്കിൽ നമുക്കത് എടുക്കാൻ കഴിയണമെന്നുള്ള ഒരു പ്രാർത്ഥന വെക്കാനും ഒക്കെ ആയിട്ട് നമ്മളൊന്ന് വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാനെ കണ്ട് അനുവാദം വാങ്ങുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഒരു പകുതിയായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. യാദൃശ്ചികമായിട്ട് എനിക്ക് ഗുരുവായൂർ പോകാനുള്ളൊരു അവസരം വന്നു ചേർന്നു. പെട്ടെന്ന് തന്നെ കുളിച്ചിറങ്ങി ഞാൻ ഗുരുവായൂരെത്തി. അപ്പം നേരിട്ട് ഭഗവാനോട് ആ ഒരു അനുവാദമൊക്കെ വാങ്ങി വരാനുള്ള ഒരു വലിയൊരു ഭാഗ്യം എനിക്കുണ്ടായി. അപ്പം നിങ്ങളും തീർച്ചയായിട്ടും അടുത്ത ഏതെങ്കിലും വിഷ്ണു ക്ഷേത്രമോ കൃഷ്ണക്ഷേത്രമോ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് ഭഗവാനോട് നമുക്ക് ഈ വ്രതം എടുക്കാനുള്ള ഭാഗ്യം ഉണ്ടാക്കി തരണേ എന്ന് പ്രാർത്ഥന വെക്കാട്ടോ. പുരാണ കഥകൾ അനുസരിച്ച് ഏകാദശി ഒരു ദേവിയാണ്. ഈ ദേവി വിഷ്ണുവിൽ നിന്ന്
നിന്ന് ഉത്ഭവിച്ചതാണ്. മുരാരി എന്ന അസുരനും പിതാവും കൂടി ഇന്ദ്രലോകം കീഴ്പ്പെടുത്തി. ഇന്ദ്രലോകം നഷ്ടപ്പെട്ട ദേവേന്ദ്രൻ മഹാദേവനെ ശരണം പ്രാപിച്ചു. മഹാദേവൻ ഈ കാര്യത്തിന് വിഷ്ണു ഭഗവാനെ കാണാൻ പറഞ്ഞയച്ചു. ദേവന്മാർ എല്ലാവരും കൂടി ഭഗവാനോട് സങ്കടം പറഞ്ഞപ്പോൾ വിഷ്ണു ഭഗവാനിൽ നിന്ന് സുന്ദരിയും ശക്തിശാലിയുമായ ഒരു ദേവി ഉത്ഭവിച്ചു. അത് ഒരു ഏകാദശി ദിവസമായിരുന്നു. അതുകൊണ്ട് ദേവിക്ക് ഏകാദശി എന്ന് പേരിട്ടു. ദേവി യുദ്ധം ചെയ്ത് അസുരനെ കൊലപ്പെടുത്തി ഇന്ദ്രലോകം തിരിച്ചുപിടിച്ചു. വിഷ്ണു ഭഗവാന് സന്തോഷായി. ദേവിക്ക് എന്ത് വരം വേണമെന്ന് ചോദിച്ചപ്പോൾ ദേവി പറഞ്ഞത്രേ, എൻ്റെ പേരിൽ ഒരു വ്രതം ഉണ്ടാവണം, അത് എല്ലാ വ്രതങ്ങളിലും ശ്രേഷ്ഠമായിരിക്കണമെന്നും അത് അനുഷ്ഠിക്കാത്തവർക്ക് കടുത്ത ശിക്ഷ തന്നെ നൽകണമെന്നും ദേവി ആവശ്യപ്പെട്ടു. ഭഗവാൻ സമ്മതം മൂളി. അങ്ങനെയാണ് സ്വർഗവാതിൽ ഏകാദശി ഉണ്ടായത്. ഈ ഏകാദശി ദിവസത്തിൽ ഭഗവാൻ വൈകുണ്ഠത്തിലേക്കുള്ള വാതിൽ തുറന്നിടുന്നു എന്ന വിശ്വാസം ഉണ്ട് കേട്ടോ. നമുക്ക് മാത്രമല്ല, സ്വർഗവാതിൽ തുറക്കുന്നത് നമ്മുടെ പൂർവികർക്കും കൂടി വേണ്ടിയാണ്. സ്വർഗത്തിലേക്ക് പോവാൻ കഴിയും, മോക്ഷം കിട്ടും. എന്താ അല്ലേ നമ്മുടെ ഈ വ്രതം എത്ര ശ്രേഷ്ഠമാണ്. ഈ പ്രാവശ്യം കലണ്ടറിൽ ഏകാദശി വരുന്നത് 2025 ജനുവരി 10 വെള്ളിയാഴ്ച. പക്ഷെ 9 വ്യാഴാഴ്ച 12:23 മുതൽ ഏകാദശി തുടങ്ങുന്നുണ്ട്. 12:23 മുതൽ പിറ്റേ ദിവസം വെള്ളിയാഴ്ച 10:21 വരെ ഏകാദശിയാണ്. ദശമി തലേദിവസേ തുടങ്ങുന്നുണ്ട്. ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം ദശമി തുടങ്ങും. അപ്പം വെള്ളിയാഴ്ച 10:23 വരെ ഏകാദശി കഴിഞ്ഞിട്ട് വ്രതം മുറിക്കാവോ എന്ന് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും. അങ്ങനെയൊന്നും ചെയ്യരുത്. ശനിയാഴ്ച രാവിലെ ഒരു 8:30 ആകുമ്പം മാത്രമാണ് വ്രതം നമ്മൾ മുറിക്കേണ്ടത്. അതും വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് മലരും തീർത്തുള്ള വെള്ളമൊക്കെ കുടിച്ചിട്ട് വേണം നമ്മൾ വ്രതം മുറിക്കാൻ. സ്വർഗവാതിൽ ഏകാദശിയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഞാൻ ആദ്യം പറയുന്ന പോലെ തന്നെ എനിക്ക് എൻ്റെ വീഡിയോയിൽ ഒരുപാട് ആളുകൾ എനിക്ക് അതിൻ്റെ കാര്യങ്ങൾ തിരുത്തി തരാറുണ്ട്. ഞാനതൊക്കെ നല്ല സന്തോഷത്തോടു കൂടി തന്നെ സ്വീകരിക്കാറുണ്ട് കേട്ടോ. അപ്പൊ എന്ത് തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ എനിക്ക് കമന്റ് ബോക്സിലൂടെ നിങ്ങൾക്കത് പറയാവുന്നതാണ്. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുതേ. സർവം കൃഷ്ണാർപ്പണമസ്തു.